നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹൈദരാബാദ് വിമാന അപകടം നമ്മൾ ഒരിക്കലും മറക്കാനിടയുള്ളതല്ല. ആ അപകടത്തിന്റെ കാരണം എന്താണ് എന്ന് ഇപ്പോഴും വ്യക്തതയില്ല. സുപ്രീം കോടതിയിലടക്കം കേസ് നിലനിന്ന് പോവുകയാണ്, ചർച്ചകൾ നടക്കുന്നുമുണ്ട്. ഏറ്റവും ഒടുവിൽ ഡൽഹി സ്ഫോടനം അടക്കമുള്ളവ സംഭവിച്ച പശ്ചാത്തലത്തിൽ ആ കേസ് കൂടി ഒന്ന് അന്വേഷിച്ചാൽ എന്തേ എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. ഏതായാലും ജേക്കബ് കെ ഫിലിപ്പ് എന്ന വ്യക്തി എഴുതിയ പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. കഴിഞ്ഞ ജൂൺ 12-ന് അഹമ്മദാബാദ് വിമാനത്താവളത്തിന് എയർ ഇന്ത്യയുടെ ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനം വീണ് തകർന്നതിന് കാരണം പൈലറ്റുമാരിൽ ഒരാൾ വിമാനത്തിന്റെ എഞ്ചിനുകൾ ഓഫാക്കിയതാണ് എന്ന നിഗമനത്തോട് കൂടുതൽ അടുക്കുകയാണ്. ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം എന്നു തന്നെയാണ് മുഖ്യ പൈലറ്റിന്റെ 91 വയസ്സുള്ള പിതാവ് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസിന്മേലുള്ള നടക്കുന്ന വാദത്തെപ്പറ്റി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വ്യക്തമാക്കുകയാണ്. നേരത്തെ ഇവിടെ എഴുതിയതുപോലെ വിമാനത്തിന്റെ എഞ്ചിനുകൾ മനഃപൂർവ്വം ഓഫാക്കി എന്നത് മാത്രമാണ് നിലവിൽ ഈ അപകടത്തിനുള്ള ഏറ്റവും യുക്തിസഹമായ വിശദീകരണം എന്ന് സുപ്രീം കോടതിക്കും ബോധ്യമാകുന്നുണ്ട് എന്നാണ് കേസിന്റെ പുരോഗതിക്കൊപ്പം ക്രമേണ മാറി മാറി വരുന്ന കോടതിയുടെ പ്രതികരണങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. മിക്ക മാധ്യമങ്ങളും നേരെ തിരിച്ചാണ് ഈ പ്രതികരണങ്ങളെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് എങ്കിലും നിരുത്തരവാദപരമായാണ് അപകടാന്വേഷണം നടത്തുന്നത് എന്നായിരുന്നു സെപ്റ്റംബർ 22-ന് സുപ്രീം കോടതി പറഞ്ഞത്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിലും മാധ്യമങ്ങളിലേക്ക് ചില കാര്യങ്ങൾ മാത്രം ചോർന്ന് എത്തിയും പൈലറ്റുമാരിൽ ഒരാളാണ് അപകടമുണ്ടാക്കിയതെന്ന ധാരണ AAIB പരത്തുന്നു എന്നായിരുന്നു കോടതിയുടെ അഭിപ്രായ പ്രകടനം. എന്നാൽ നവംബർ 7 ആകുമ്പോഴേക്കും തങ്ങളുടെ മകനെ കുറ്റക്കാരനാക്കുന്നതൊന്നും പ്രഥമ അന്വേഷണ റിപ്പോർട്ടിൽ ഇല്ലെന്നും ആ വ്യതയുടെ ഭാരം കാര്യമില്ലാതെ ചുമക്കേണ്ട എന്നും പുഷ്കരരാജ് സഭർവാളിനെ ഉപദേശിക്കുകയായിരുന്നു കോടതി. വസ്തുക്കൾ മാത്രം പറഞ്ഞു പോകുന്ന ഈ റിപ്പോർട്ടിന്റെ ഉദ്ദേശം മറ്റെല്ലാ വ്യോമ അപകട അന്വേഷണത്തിന്റെയും എന്ന പോലെ അപകട കാരണം കണ്ടെത്തി ഭാവിയിൽ അത്തരം അപകടം ഉണ്ടാക്കുന്നത് തടയുകയാണ് എന്നും ആരെയും കുറ്റപ്പെടുത്താനല്ലെന്നും കോടതി നിരീക്ഷിച്ചു. ആരെയും കുറ്റക്കാരനാക്കാനല്ല എന്ന അന്വേഷണം എന്ന നിത്യമായ സത്യം സർക്കാരിന്റെ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്താർ ആവർത്തിച്ചത് പിന്നെയും അനുകൂലിക്കുകയാണ് ഇന്നലെ നവംബർ 14 സുപ്രീം കോടതി ചെയ്തത്. ചുരുക്കം ഇത്രയേ ഉള്ളൂ. അന്വേഷണത്തിന്റെ വഴിയിൽ തന്നെ നടക്കും. AAIBയിൽ നിന്ന് അന്വേഷണ ചുമതല മാറ്റി സുപ്രീം കോടതി ജഡ്ജിയുടെ അധ്യക്ഷതയിലുള്ള കോർട്ട് ഓഫ് എൻക്വയറിയെ ഏൽപ്പിക്കണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെടാൻ പോകുന്നില്ല. ഒരു കൊല്ലമാകുമ്പോഴേക്കും അന്തിമ റിപ്പോർട്ട് വരും. നാട്ടുകാർക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും എഞ്ചിനിൽ ഓഫാക്കിയത് കൊണ്ടാണ് വിമാനം തകർന്നത് എന്ന നിഗമനം അതിലും ഉണ്ടാകും. അതുതന്നെയാണ് വസ്തുത. അപകടമുണ്ടായി ഇത്രയും നാൾ ഇക്കാര്യത്തിൽ ഏറ്റവും വില കുറഞ്ഞ ബാലിശികമായ കളി കളിച്ച ഇന്ത്യയിലെ പൈലറ്റുമാരുടെ സംഘടനകളെയും ക്യാപ്റ്റൻ സുമിത് അബർവാൾ വിമാന എഞ്ചിൻ ഒരിക്കലും ഓഫാക്കിയിട്ടില്ല എന്ന് തെളിയിക്കാൻ അതിന്റെ നേതാക്കന്മാർ അവതരിപ്പിച്ച കേട്ടാൽ ചിരി വരുന്ന വാദങ്ങളെയും ആൾക്കാർ മറക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. ഇതിനു മുൻപും അദ്ദേഹം സമാനമായ രീതിയിൽ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ അപകടത്തെ കുറിച്ച് തന്നെയാണ്. അഹമ്മദാബാദിൽ തകർന്ന എയർ ഇന്ത്യ വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫാക്കിയത് വിമാനത്തിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു എന്ന വാൾ സ്ട്രീറ്റ് ജേണൽ വാർത്തയിൽ ശരിക്കും പുതുതായി ഒന്നുമില്ല എന്ന സത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുമ്പും വളരെ വിശദമായി തന്നെയാണ് അദ്ദേഹം ഈ ഒരു ഇതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലും അദ്ദേഹം ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നു. മാത്രമല്ല പ്രത്യേകിച്ചും സുപ്രീം കോടതിയിൽ നിൽക്കുന്ന ഒരു കേസിന്റെ കാര്യം തന്നെയാണ്. എന്നിട്ട് ഈ ഒരു അഭിപ്രായം അദ്ദേഹത്തിന് പറയുമ്പോൾ നിരവധി ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് കോക്പിറ്റിൽ ഒരു ക്യാമറ വെച്ചുകൂടാ എന്നടക്കമുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഇത് എനിക്കുണ്ടായ ഒരു ഡൗട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. സപ്പോസ് എന്തിനാണ് എഞ്ചിൻ ഓഫ് ചെയ്തത് എന്ന് ചോദിച്ച പൈലറ്റ് വിമാനത്തിന്റെ എഞ്ചിൻ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം മറ്റേ ആളുടെ തലയ്ക്ക് ഇടാൻ വേണ്ടി പറഞ്ഞതായിക്കൂടെ? കാരണം പുള്ളിക്കും അറിയാം ഇത് തകർന്നാൽ ബ്ലാക്ക് ബോക്സ് കിട്ടും എന്നും അതിൽ നമ്മുടെ ശബ്ദം ഉണ്ടാകുമെന്നും. അപ്പോൾ എഞ്ചിൻ ഓഫ് ചെയ്ത ഉടനെ ഈ ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ, അതായത് അടുത്ത പൈലറ്റിനോട് ചോദിക്കുകയാണെങ്കിൽ, അത് ചോദിച്ചാൽ ഓഫ് ചെയ്ത പൈലറ്റ് മാനക്കേട് നിന്ന് രക്ഷപ്പെടില്ലേ? ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീവ്രവാദി അയാളുടെ വീട്ടുകാരെ ടാർഗറ്റ് ചെയ്യുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മറ്റേ പൈലറ്റിലേക്ക് ശ്രദ്ധ പോകുകയും കുറ്റക്കാരൻ മറ്റേ പൈലറ്റ് ആവുകയും
ഉണ്ടാവുകയും ചെയ്യുകയില്ലേ? ഇങ്ങനെ എനിക്ക് തോന്നുവാൻ ഉണ്ടായ കാരണം, ഞാൻ പണ്ട് കുട്ടിക്കാലത്ത് പേപ്പറിൽ എഴുതി കള്ളൻ, പോലീസ്, രാജാവ്, മന്ത്രി എക്സെട്ര എന്നൊക്കെ എഴുതി കുലുക്കി നറുക്കെടുത്തതുപോലെ എല്ലാവരും എടുക്കുന്ന ഒരു കളി ഉണ്ടല്ലോ. അത് കളിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. കള്ളൻ എന്ന നറുക്ക് കിട്ടിയവൻ ഇരിക്കപ്പുറതി ഉണ്ടാവില്ല. നറുക്കിട്ട് വായിക്കുന്ന ടൈമിലുള്ള ആ സൈലൻസ് ബ്രേക്ക് ചെയ്യുന്ന വേർഡ്സ് 90% ഇതായിരുന്നു: ആരാ പോലീസ്, അവനാകും നറുക്ക് വീണ കള്ളൻ. ഇത് അന്നത്തെ കാലത്തെ കള്ളനെ പിടിക്കാൻ എൻ്റെ ഒരു സൈക്കോളജിക്കൽ ഈ ടെക്നിക്ക് ആയിരുന്നു. അത് 90 മുതൽ 95% വരെ ശരിയായിട്ടുമുണ്ട്. അതുപോലെ ഒരു മൂവ്മെന്റ് ആണോ ഇത് എന്ന് സംശയിച്ചൂടെ? ഇനി അങ്ങനെയാണെങ്കിൽ മറ്റെന്തോ അവിടെ മറക്കപ്പെട്ടിട്ടില്ലേ? തീർച്ചയായും അതും അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ട്. അതൊരു പക്ഷേ ആ ചോദിച്ച പൈലറ്റ് തന്നെ ആവും യഥാർത്ഥ വില്ലൻ എന്നടക്കം ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും പലരും മറന്നിട്ടുണ്ടെങ്കിലും അഹമ്മദാബാദിലെ ഈ വിമാന അപകടത്തിൽ ഇപ്പോഴും മറനീക്കി പുറത്തു വരാനുള്ള സത്യങ്ങൾ ഇപ്പോഴും ഒളിഞ്ഞു തന്നെ കിടക്കുന്നുണ്ട്. ആ സത്യങ്ങൾ തീർച്ചയായും പുറത്തു വരിക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ ഉണ്ടാകും.